പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസമാണ് CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിച്ചത്. അവരുടെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതിനു മുമ്പുള്ള സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് അവസാനിച്ചത്. പുതിയ സംസ്ഥാന കമ്മിറ്റി, പുതിയ സെക്രട്ടേറിയറ്റിനെ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനെയും ആ പാർട്ടി തീരുമാനിച്ചു. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ഏറെ ഓർമ്മിക്കപ്പെടേണ്ട ഒരു സംസ്ഥാന സമ്മേളനമായിരുന്നുവെന്നും കൊല്ലം സംസ്ഥാന സമ്മേളനം ഒരു ചരിത്ര സംഭവമായിരുന്നു എന്നുമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി സമ്മേളനം ആദ്യമായി തിരഞ്ഞെടുത്ത MV ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്, കൊല്ലത്ത് നടന്നത് ഒരു ചരിത്ര സംഭവമല്ല, അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരു സംഭവമല്ല, ഒരു സംസ്ഥാന സമ്മേളനമല്ല കൊല്ലത്ത് നടന്നത് എന്നും, കൊല്ലത്ത് നിന്ന് നമ്മൾ കേട്ടത് CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി അവസാനിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു മരണമണിയാണ് എന്നുമാണ് എനിക്ക് കാര്യകാരണ സഹിതം എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് CPM. തൂണിലും തുരുമ്പിലുമുള്ള പാർട്ടി. ഞാൻ പറയും, വിതുര മുതൽ മറ്റേ വയനാട്ടിലെ ആദിവാസി കേന്ദ്രങ്ങളിൽ വരെ, ഇടുക്കിയിലെ വട്ടവടയിൽ വരെ, കണ്ണൂരിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലയിൽ ഉൾപ്പെടെ തൂണിലും തുരുമ്പിലുമുള്ള പാർട്ടിയാണ് CPM. സെക്രട്ടേറിയറ്റിൽ ആ പാർട്ടിയുണ്ട്, ആ പാർട്ടി ജയിലുകളിലുണ്ട്, ആ പാർട്ടി കോടതികളിൽ ജഡ്ജിമാരുടെ ഓഫീസുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്, കോളേജുകളിലുണ്ട്. എവിടെയും എല്ലായിടത്തുമുള്ള ഓംനി പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനം നമ്മൾ നോക്കൂ. ഏതാണ്ട് 35,000-ഓളം പാർട്ടി ബ്രാഞ്ചുകൾ, അതിനു മുകളിൽ ആയിരക്കണക്കിന് ലോക്കൽ കമ്മിറ്റികൾ, നൂറുകണക്കിന് ഏരിയ കമ്മിറ്റികൾ, അതിനു മുകളിൽ ജില്ലാ കമ്മിറ്റി, അതിനു മുകളിൽ സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, അങ്ങനൊരു സംവിധാനം. കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള CITU, അതിലേതാണ്ട് 25 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് എന്ന് പറയും. കേരളത്തിലെ സ്കൂൾ ടീച്ചർമാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പാർട്ടി KSTA, CPMൻ്റെ ഇതാണ്. കേരളത്തിലെ 4.5 ലക്ഷം വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള NGO യൂണിയൻ. ആ നിലയിൽ തലങ്ങും വിലങ്ങും നമ്മൾ നോക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓംനി പ്രസൻറ്റുമായിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ആ പാർട്ടി അവകാശപ്പെടുന്നത് എന്താണ്? ആ പാർട്ടി അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ വേറെ ഒരു പാർട്ടിയിലും ഇല്ലാത്തതുപോലെ ഒരു 3-4 മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന പ്രക്രിയ. അത് വേറെ ഒരു പാർട്ടിക്കുമില്ല. അതായത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ, ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം, ഇങ്ങനത്തെ ഒരു സമ്മേളന പ്രക്രിയ, ഒരു 3-4 മാസം നീണ്ടു നിൽക്കുന്ന സമ്മേളന പ്രക്രിയയുള്ള ഏക പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. അത് CPIക്കൊക്കെ ഉണ്ട്, പക്ഷേ CPIക്ക് കുഞ്ഞു പാർട്ടികളായതുകൊണ്ട് അതിനകത്ത് വലിയ പ്രസക്തിയില്ല. കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് ഈ സമ്മേളനത്തിനിടയിൽ പറഞ്ഞത്, ഞങ്ങൾ കൂടുന്നത് പോലെ ഈ പാർട്ടി സമ്മേളനങ്ങൾ കോൺഗ്രസ് കൂടിയാൽ അതിൽ തമ്മിലടിയായിരിക്കും എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, ആ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നത് 3 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ അവർ അവകാശപ്പെടുന്നത് ഈ 3 വർഷത്തിലൊരിക്കൽ കൂടുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് മുമ്പത്തെ 3 വർഷത്തെ പാർട്ടി സംഘടനയുടെ ദൗർബല്യങ്ങൾ, വീഴ്ചകൾ, പ്രശ്നങ്ങൾ, പരിമിതികൾ, പാർട്ടി അധികാരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുക. ചർച്ച ചെയ്ത് തിരുത്തൽ വരുത്തി അടുത്ത 3 വർഷത്തേക്കുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടാണ് സമ്മേളനം പ്രക്രിയ അവസാനിക്കുക എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം അങ്ങനെ അവകാശപ്പെടുന്ന ഒരു സമ്മേളന പ്രക്രിയയുടെ പരിസമാപ്തിയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നടന്നത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് അവരുടെ തിയറി. ഇനി അവിടെ നടന്നത് എന്താ, അത് സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്ന 5 ദിവസവും കൊല്ലത്തുണ്ടായിരുന്നു.
ആ കൊല്ലം സമ്മേളന നഗരിയിൽ അദ്ദേഹത്തിന് ചുമതലയായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഷാജഹാൻ, ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമ്മേളനം അവിടെ ഫീൽ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഇതൊരു കോർപ്പറേറ്റ് പാർട്ടിയുടെ ജനറൽ ബോഡി യോഗം നടക്കുന്നത് പോലെയാണ് എനിക്ക് പാർട്ടി സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് എനിക്ക് തോന്നിയത്. അതാണ് അയാൾ പറഞ്ഞത്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ജനറൽ ബോഡി. ഇത് പറഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ ഇതിനു മുമ്പ് നടന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കൊല്ലം സമ്മേളനം, പാലക്കാട് സമ്മേളനം, കോഴിക്കോട് സമ്മേളനം, മലപ്പുറം സമ്മേളനം, അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ കാണുന്ന ചർച്ചകൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം മലപ്പുറം സമ്മേളനത്തിൽ ഇവിടെ ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ BS-ൻ്റെ കൂട്ടത്തിൽ സമ്മേളന നഗരിക്ക് പുറത്ത് ഞാനുണ്ടായിരുന്നു. എനിക്കറിയാം അവിടെ നടന്ന ചർച്ചകൾ പത്രത്തിലൊന്നൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. ആ സ്ഥാനത്ത് ഈ മാധ്യമപ്രവർത്തകനോട് പറയുന്നുണ്ട്, ഷാജഹാൻ, ഈ 3-4 ദിവസം കൂടിയ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ എതിരഭിപ്രായം പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഏതാണ്ട് ഒരു 4 പേരാണ് എന്നാണ് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. സുഹൃത്ത്, ഈ പാർട്ടിയിൽ കൊല്ലത്ത് എന്താ സംഭവിച്ചത്? ഈ പാർട്ടിയിൽ കൊല്ലത്ത് സംഭവിച്ചത്, അല്ലെങ്കിൽ പാർട്ടി സമ്മേളനത്തിലൂടെ സംഭവിച്ചത്, ഈ പാർട്ടി അല്ലാതായി തീർന്നു എന്നുള്ളതാണ്. ഈ പാർട്ടി എന്തിനു വേണ്ടിയാണോ നിൽക്കുന്നത്, ഈ പാർട്ടി എന്ത് പ്രതിശാസ്ത്രത്തിന് വേണ്ടിയാണോ നിൽക്കുന്നത്, ഈ പാർട്ടി എന്ത് നയങ്ങൾക്ക് വേണ്ടിയാണോ നിൽക്കുന്നത്, അതിൽ നിന്ന് പരിപൂർണമായി 100% വ്യതിചലിച്ച ഒരു സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത് എന്നുള്ളതാണ്. കാരണം ഈ വ്യതിയാനങ്ങൾ ഇതിനു മുമ്പും ഈ പാർട്ടിയിൽ സമ്മേളന കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ആ വ്യതിയാനങ്ങൾ പൂർണ്ണമായ ഒരു സമ്മേളനമാണ് അവിടെ നടന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റു പാർട്ടികളും തമ്മിൽ വ്യത്യാസം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി വർഗ അധിഷ്ഠിത പാർട്ടിയാണ്. തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന, ദരിദ്രനും നിസ്വനും പണമില്ലാത്തവൻ്റെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒരു പ്രതിശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ വിശ്വസിക്കുന്ന, ഒരു പണക്കാരനും പാവപ്പെട്ടതും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുന്ന ഒരു സ്വപ്ന ലോകം, അല്ലെങ്കിൽ ഒരു ലോകം സ്വപ്നം കാണുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റ് ബൂർഷ്വാ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടി കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, BJP-യിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. കാരണം ആ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പാവപ്പെട്ടവൻ്റെ സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യസ്തമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നയപരമായും പ്രതിശാസ്ത്രപരമായും ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള പാർട്ടി, മാർക്സിയൻ പ്രതിശാസ്ത്രങ്ങളിൽ നിന്ന് 100% വ്യതിചലിച്ച് മറ്റേത് ചീഞ്ഞളിഞ്ഞ ബൂർഷ്വാ പാർട്ടികളെ പോലെയുമുള്ള ഒരു പാർട്ടിയായി മാറുന്ന ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് കൊല്ലത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രത്യേകത. ടോള് കൊണ്ടുവരണം, സെസ് കൊണ്ടുവരണം, പിന്നെ മൂലധനത്തെ ഇടംവല നോക്കാതെ കേരളത്തിലേക്ക് ക്ഷണിക്കണം. ഈ നിലയിൽ മറ്റു ബൂർഷ്വാ പാർട്ടികൾ തുടരുന്ന അതേ നയങ്ങൾ ഒരു മാറ്റവുമില്ലാതെ തങ്ങൾ തുടരും എന്ന് പച്ച പരസ്യമായി പ്രഖ്യാപിച്ച ഒരു സമ്മേളനം കൊല്ലത്ത് നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ മരണമൊഴി എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈ പാർട്ടി അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിൽ പറയുന്ന കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നതെങ്കിൽ പിന്നീട് ഈ പാർട്ടിയുടെ ആവശ്യമില്ല. അത് കോൺഗ്രസും BJP ഉൾപ്പെടെ പാർട്ടികളിലൂടെ നടപ്പിലാക്കുന്നതാണ്. അതുപോലൊരു പാർട്ടി മതി, ഈ പാർട്ടിക്ക് പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാർട്ടിയുടെ ഒരു ചരിത്ര സമ്മേളനമൊന്നും അല്ല കൊല്ലത്ത് നടന്നത്. ഈ പാർട്ടി ഇല്ലാതാകാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു മണിയാണ് അവിടെ നടന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ അന്ത്യ കൂദാശയാണ് കൊല്ലത്ത് നടന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ക്രിസ്ത്യൻ മതസമൂഹത്തിൽ നമുക്കറിയാമല്ലോ, മരണം നടക്കുന്നതിന് മുമ്പ് മതപരമായി കിട്ടുന്ന നടക്കുന്നൊരു ചടങ്ങാണ് അന്ത്യകൂദാശ. ആത്മാവിന് നിത്യശാന്തി എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന അന്ത്യകൂദാശ. അതുപോലൊരു CPM എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ മരണത്തിന് മുമ്പുള്ള ഒരു അന്ത്യകൂദാശയാണ് അവിടെ
നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പകരം അതിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നുള്ള ആ രേഖ അവിടെ അംഗീകരിക്കപ്പെട്ടത്. അത് നടന്നതുകൊണ്ടാണ് ഒരു എതിർപ്പുമില്ലാതെ പിണറായി വിജയൻ പറയുന്നത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവിടെ അംഗീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് കൊല്ലം സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് CPM എന്ന് പറഞ്ഞ ഈ പാർട്ടി അവസാനിക്കാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു പെനൽറ്റിമേറ്റ് ഘട്ടമാണ് അവിടെ നടന്നത്. ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം അവസാനിക്കുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമുണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് അത് നടക്കുന്നതിന് മുമ്പ് അതൊരു ഏകഛത്രാധിപതിയുടെ ചവിട്ടടിയിലാകും. ആ രാജ്യങ്ങളിലൊക്കെ ആ പാർട്ടി തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഏകാധിപതിയുടെ സർവാധിപത്യത്തിന് കീഴിൽ അവിടുത്തെ പ്രസ്ഥാനം ഞെരിഞ്ഞമരുന്ന കാഴ്ച നമ്മൾ സോവിയറ്റ് യൂണിയനിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ റൊമാനിയയിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈസ്റ്റ് യൂറോപ്പിലെ മറ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടി അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ് അതിന് ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി നടത്തുന്ന പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ ഞെരിഞ്ഞമരുന്നു CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അവസാനിക്കാൻ പോകുന്നു. അത് ചിലപ്പോൾ 2026 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആയിരിക്കാം അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തവും ശക്തവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുമുള്ള സൂചനയാണ് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്.